ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡെസേർട്ട് സഫാരി മാത്രമല്ല, സഫാരിക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു സ്പോട്ടിൽ വണ്ടി നിർത്തി അതിന് ശേഷം അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഫൺ ആക്ടിവിറ്റീസ്, അതായത് ATV റൈഡ്, ക്യാമൽ റൈഡ്, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ചെയ്തില്ല. പിന്നെ അതിന് ശേഷം ഡെസേർട്ട് സഫാരിക്ക് പോയി അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ചെയ്തപ്പോഴത്തേക്കും. നമുക്ക് പിന്നെ വണ്ടിയിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഹൈ പ്രൊഫൈലായിട്ടുള്ള സാൻഡ് ഡ്യൂൺസ് ഒന്നും കവർ ചെയ്തില്ല. കാരണം നമ്മൾ അങ്ങനെയൊക്കെ കവർ ചെയ്യണമെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഭയന്നു പോകും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രൊഫൈൽസ് ഒന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു, സഹിക്കാനായിട്ട് വയ്യ, ഇങ്ങനെ തുളച്ച് കയറുന്ന ടൈപ്പ് ഒരു കാറ്റായിരുന്നു. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ആരെങ്കിലും ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെസേർട്ട് സഫാരി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ സഫാരി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഡെസേർട്ട് ക്യാമ്പിലെത്തി. സോ അവിടെയാണ് നമുക്കിന്ന് ഡിന്നർ മാത്രമല്ല, നമുക്ക് കുറച്ച് പരിപാടികളും, സ്റ്റേജൊക്കെ കണ്ടിട്ടില്ലേ, പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. എസ്പെഷ്യലി വെയിറ്റിംഗ് ഫോർ ബെല്ലി ഡാൻസ് ആണ്. പിന്നെ ഫുഡ് എടുത്തു. ഫുഡ് എല്ലാ തരം ക്വിസീൻസും അവിടെ അവൈലബിൾ ആയിരുന്നു. ബൂഫേ സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പം ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചിരുന്നപ്പോഴൊക്കെയാണ് ഈ ഡനൗറ തുടങ്ങിയത്. നല്ല രീതിയിൽ അത് ആസ്വദിച്ചിരുന്നു. ഒറിജിനൽ ഓഡിയോ ഒന്നും ആഡ് ചെയ്യാത്തത് ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നാലോ എന്ന് കരുതിയിട്ടാണ് സോ ആ ഓഡിയോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തത്. ഈ ഒരു ഡാൻസിൻ്റെ ഈ ഒരു പാർട്ടാണ് ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത്. അതായത് മൊത്തം ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് ആ പുള്ളി ഇട്ടിരിക്കുന്ന ആ സ്കേർട്ടിൽ തന്നെ കുറേ കളർ ലൈറ്റ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ലൈറ്റ്സ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി അതിൻ്റെ ഡാൻസ് ആ മൊമെൻറ്റ്സ് പോകുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ തല ഇറങ്ങില്ലേ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. പക്ഷേ അവർ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് ഡനൗറ ആണെങ്കിലും ഞാൻ പെട്ടെന്ന് പറയുന്നൊരു പേരാണ്, പമ്പരം ഡാൻസ് എന്നൊക്കെയാണ് ഞാനത് പറയുന്നത്. കാരണം പമ്പരം കറങ്ങുന്നത് പോലെയാണ് ആ ഒരു ഇതും. ഇത് ഒരു ലെയർ, ആ ഒരു സ്കേർട്ട് മാത്രമല്ല 2 ലെയർ ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഒരെണ്ണം പുള്ളി കയ്യിലെടുത്ത് കറക്കി താഴെ ഉള്ളതിന് വേറൊരു മൂമെൻറ്റ്സിലൊക്കെ ആക്കിയിട്ട് ഭയങ്കര രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബെല്ലി ഡാൻസ് തുടങ്ങിയത്. അപ്പം ആദ്യം തന്നെ ബെല്ലി ഡാൻസറിൻ്റെ എൻട്രി ഇങ്ങനെ ആയിരുന്നു. 2 കൈയിലും ഇങ്ങനെ തീയൊക്കെ പൊക്കിക്കൊണ്ട് വരുമായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരിയുടെ ജോലി തുടങ്ങി. ഈ ഡാൻസൊക്കെ അതിൻ്റെ ഒറിജിനലായിട്ടുള്ളൊരു ഓഡിയോയിൽ കേട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാണെങ്കിൽ അത് ശരിയാവില്ല. അതാണ് ഓഡിയോ മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഇതിട്ടേക്കുന്നത്.
ബെല്ലി ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ഐറ്റമാണ് എൻ്റെ അമ്മേ, കിടിലോ ആയിരുന്നു. ഈ പുള്ളി സ്റ്റേജ് അങ്ങോട്ട് കയ്യിലാക്കി നമ്മളെല്ലാവരെയും വിറപ്പിച്ച് കളഞ്ഞു. കാരണം ആ ഫയർ വെച്ചിട്ട് കുറേ ആക്ടിവിറ്റീസ് പുള്ളി അതിൽ ചെയ്തു. ബട്ട് ഞാൻ വീണ്ടും പറയാം, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര അപകടം പിടിച്ച ഒരു ഡാൻസ് തന്നെയായിരുന്നു അത്. മൊത്തം തീക്കളിയായിരുന്നു. തീക്കളി എന്ന് പറഞ്ഞാൽ ഫുള്ള് തീക്കളി. പിന്നെ വായിൽ കൂടെ തീ പറപ്പിക്കുന്ന ഒരു ടെക്നിക്കായിരുന്നു. പുള്ളി പെട്രോളോ എന്തോ പോലത്തെ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. എടുത്ത് കുടിക്കുന്ന കണ്ടില്ലേ, ഇത് കുടിച്ചിട്ടാണ് പുള്ളി ആ ഒരു തീ പറപ്പിക്കുന്ന ആ ഒരു സംഭവം ചെയ്യുന്നത്. സോ ഇതൊക്കെ കണ്ടതിന് ശേഷം ബെല്ലി ഡാൻസ് ഒന്നും മൈൻഡിലേ ഇല്ലായിരുന്നു. കാരണം ഈ പുള്ളി തന്നെ ഫുള്ള് കയ്യടിയൊക്കെ കൊണ്ടുപോയി. അറ്റ് ലാസ്റ്റ് നമ്മളെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇരുന്നതിന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടെ എന്തോ ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ സ്റ്റേജിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഇത്, എന്നാലേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളായിരുന്നു. സോ അവിടെ അവർ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ദുബായിയുടെ ലെറ്റേഴ്സിൽ ഇങ്ങനെ തീ കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പടർന്ന് കത്തുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു. കാരണം ഈ ക്യാമ്പിന് വരുന്നതിന് മുന്നേ തന്നെ ഇതേപോലത്തെ പല ക്യാമ്പുകളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പുക പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഈ വക സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ പുക പോകുന്നതാണ്. സോ കംപ്ലീറ്റ്ലി ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഈ ഡെസേർട്ട് സഫാരിയും ബാക്കി സംഭവങ്ങളും ഒക്കെ. എനിക്ക് ഭയങ്കര നല്ലതായിട്ട് രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ 8 മണിയായപ്പോൾ എല്ലാ പ്രോഗ്രാംസൊക്കെ വൈൻഡപ്പ് ചെയ്ത് എല്ലാവരും തിരിച്ചു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സോ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ആൻഡ് ബൈ.